പി സി ശശികുമാർ. എല്ലാവർക്കും സിനിമാ കമ്പം ചാനലിലേക്ക് സ്വാഗതം. പ്രേം നസീറും ജോൺ എബ്രഹാമും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ചോദിച്ചാൽ, രണ്ടുപേരും സിനിമാക്കാരാണ് എന്നുള്ള ഒരു ബന്ധം മാത്രമാണ് നമുക്ക് പറയാനുണ്ടാകുക. ജോൺ എബ്രഹാം ഒരു സംവിധായകനും പ്രേം നസീർ ഒരു അഭിനേതാവുമാണ്. അങ്ങനെയാണെങ്കിലും ഇവർ തമ്മിൽ ഏതെങ്കിലും ഒരു സിനിമയിൽ ഒന്നിച്ചതായി നമുക്കറിയില്ല. മാത്രമല്ല, ജോൺ എബ്രഹാം 70കളിലെ സമാന്തര സിനിമാ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരിൽ ഒരാളായിരുന്നു. പ്രേം നസീർ ആകട്ടെ മുഖ്യധാരാ സിനിമാ പ്രസ്ഥാനത്തിൻ്റെ മുടിചൂടാമണൻ. ലക്ഷക്കണക്കിന് ആരാധകരുള്ള മലയാള ഫിലിം ഇൻഡസ്ട്രിയെ ഒറ്റയ്ക്ക് ചുമലിലേറ്റുന്ന അക്കാലത്തെ സൂപ്പർ താരമായിരുന്നു പ്രേം നസീർ. ജോൺ എബ്രഹാം മലയാളത്തിലാകെ 3 സിനിമകൾ മാത്രമേ സംവിധാനം ചെയ്തിട്ടുള്ളൂ. അതിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ സംവിധാന സംരംഭമായ വിദ്യാർത്ഥികളെ ഇതിലെ ഒഴിച്ച് ബാക്കിയുള്ള 2 സിനിമകളും സമാന്തര സിനിമാ വിഭാഗത്തിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട സിനിമകളാണ്. അടൂർ ബാസി അഭിനയിച്ച ചെറിയാച്ചൻ്റെ ക്രൂരകൃത്യങ്ങളും പിന്നീട് ജോൺ എബ്രഹാമിൻ്റെ അവസാന സിനിമാ സംവിധാന സംരംഭമായ ജനകീയ സിനിമയായ അമ്മ അറിയാനും. എന്നാൽ പ്രേം നസീർ ആകട്ടെ മലയാള മുഖ്യധാര വാണിജ്യ സിനിമയുടെ വിജയതാരമായി തുടരുന്ന സമയം. സമാന്തര സിനിമക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഖ്യ എതിരാളിയായി പ്രേം നസീറിനെ കാണുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു അത്. അതിനൊരു പ്രധാന കാരണം P.A. ബക്കർ സംവിധാനം ചെയ്ത കബനി നദി ചുവന്നപ്പോൾ എന്ന സിനിമ ഇറങ്ങിയപ്പോൾ അതിനെ നസീർ താടിക്കാരുടെയും ബീഡി വലിക്കുന്നവരുടെയും സിനിമ എന്ന് പറഞ്ഞ് അക്കാലത്തെ സമാന്തര സിനിമ പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളെയാകെ പരിഹസിച്ചു. ജോൺ എബ്രഹാം ഒരു സിനിമ എടുക്കാൻ നായകന്റെ സുന്ദരമുഖം ആവശ്യമില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചത് അക്കാലത്തെ മലയാള സിനിമാ നായക സങ്കല്പത്തിൻ്റെ സൗന്ദര്യമൂർത്തി രൂപമായ പ്രേം നസീറിനെ ഉദ്ദേശിച്ചു തന്നെയായിരുന്നു. മാത്രമല്ല, അത് തെളിയിച്ചുകൊണ്ട് ജോൺ എബ്രഹാം തൻ്റെ അടുത്ത സിനിമയിൽ നായകനാക്കിയത് ഒരു കഴുതയെ തന്നെയായിരുന്നു. അഗ്രഹാരത്തിൽ കഴുത. ജോൺ എബ്രഹാം ആ സിനിമ എടുത്തത് പ്രേം നസീറിനെ കളിയാക്കാനായിരുന്നു എന്ന് അക്കാലത്ത് പറയാറുണ്ടായിരുന്നെങ്കിലും അഗ്രഹാരത്തിൽ കഴുത ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു ക്ലാസിക്കായി പിന്നീട് മാറി. രണ്ടുപേരുടെയും ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് വെച്ച് നോക്കിയാലും 2 തലങ്ങളിൽ തന്നെയായിരുന്നു. ഒരാൾ ഡിസിപ്ലിൻഡായ കുടുംബ സാമൂഹ്യ ജീവിതം നയിക്കുന്ന ആളും മറ്റേയാൾ സമൂഹത്തോടും തൻ്റെ സ്വന്തം ജീവിതത്തോടും തന്നെ കലഹിച്ചുകൊണ്ട് ഒരു അവധൂത ജീവിതം നയിക്കുന്ന ആളും. ഒരാൾ മദ്യം, പുകവലി തുടങ്ങിയ ദുശീലങ്ങളൊന്നുമില്ലാത്ത ആളും മറ്റേയാൾ മദ്യത്തെ ഭക്ഷണത്തിന് പകരമാക്കി ജീവിതത്തെ ആഘോഷമാക്കി തലയ്ക്ക് മീതെ ആകാശം എന്ന രീതിയിൽ തൻ്റെ പ്രതിഭാപൂർണമായ ജീവിതത്തെ ഇവിടെ ജീവിച്ച് അനുഭവിച്ചു തീർത്തയാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു ദിവസം ജോൺ എബ്രഹാം പ്രേം നസീറിൻ്റെ ചെന്നൈയിലുള്ള വസതിയിലെത്തി. സാധാരണ പോലെ അല്പം മിനുങ്ങിയിട്ടാണ് ജോൺ എബ്രഹാമിൻ്റെ വരവ്. വീട്ടിനുള്ളിൽ കയറിയ ജോൺ എബ്രഹാം അവിടെയുള്ള സോഫയിലിരുന്നു. അപ്പോഴാണ് ജോൺ എബ്രഹാം പ്രേം നസീറിൻ്റെ മകളുടെ മകൾ കളിക്കുന്ന കുട്ടി സൈക്കിൾ കണ്ടത്. പിന്നെ താമസിച്ചില്ല, ജോൺ എബ്രഹാം അതിൻ്റെ മുകളിൽ വലിഞ്ഞു കയറി ആ മുറി മുഴുവൻ വലം വയ്ക്കാൻ ആരംഭിച്ചു. ഇത് കണ്ടുകൊണ്ടാണ് പ്രേം നസീർ മുകളിലുള്ള മുറിയിൽ നിന്നും താഴോട്ട് കോണി ഇറങ്ങി വന്നത്. ജോൺ എബ്രഹാമിനെ കണ്ടപ്പോൾ തന്നെ പ്രേം നസീർ ചെറുതായിട്ടൊന്ന് ഞെട്ടിയിട്ടുണ്ടാവും. കാരണം ജോൺ എബ്രഹാമിനെ പറ്റി നാട്ടിൽ പാടി നടക്കുന്ന ഒരുപാട് കഥകൾ അദ്ദേഹവും കേട്ടിട്ടുണ്ടാവും. പ്രേം നസീറിനെ കണ്ടതോടുകൂടി ജോൺ എബ്രഹാം സൈക്കിളിൽ നിന്നിറങ്ങി നസീറിൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, "ഹലോ മിസ്റ്റർ പ്രേം നസീർ, യു ലുക്ക് സോ യങ്." പ്രേം നസീറിന് കാര്യം പന്തിയല്ല എന്ന് അപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. എന്നാൽ പ്രേം നസീറെ അല്ലയാണ് ഡിപ്ലോമസിക്ക് പ്രേം നസീറിൻ്റെ അത്ര പേര് കേട്ട മറ്റൊരാൾ പോലുമില്ല എന്ന് പറയാറുണ്ട്. ഒരു ശത്രു രാജ്യത്തെ നശിപ്പിക്കണമെങ്കിൽ പ്രേം നസീറിനെ അംബാസിഡറാക്കി അങ്ങോട്ട് അയച്ചാൽ മതിയെന്ന് അക്കാലത്ത് പറയാറുണ്ടായിരുന്നു. മറ്റുള്ളവരുമായി ഇടപഴകുന്നതിൽ പ്രേം നസീർ അത്രയും ഡിപ്ലോമാറ്റിക്കാണ്. പ്രേം നസീർ ചിരിച്ചുകൊണ്ട് തലയാട്ടി. പിന്നീട് ജോൺ എബ്രഹാം പറഞ്ഞു, "മിസ്റ്റർ പ്രേം നസീർ, ഞാനൊരു പുതിയ സിനിമ എടുക്കുന്നുണ്ട്. അതിലെ നായകൻ താങ്കളാണ്." പ്രേം നസീർ ബബീതയോടുകൂടി അതിന് സമ്മതം മൂടി. ജോൺ എബ്രഹാം വീണ്ടും തുടർന്നു, "എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല, അതുകൊണ്ട് താങ്കൾക്ക് ഞാനൊരു 5 പൈസ പോലും തരില്ല." ഇത് കേട്ടപ്പോഴും പ്രേം നസീർ എതിർത്തൊന്നും പറഞ്ഞില്ല. "ഓ ശരി, ആയിക്കോട്ടെ, ഞാൻ അഭിനയിക്കാമെന്ന് പറഞ്ഞു." പിന്നീട് ജോൺ എബ്രഹാം പറഞ്ഞു, "വിഷമിക്കൊന്നും വേണ്ട, ഞാൻ താങ്കളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. താങ്കൾ നായകനാണെങ്കിലും ആകെ 2 സീനിൽ മാത്രം അഭിനയിച്ചാൽ മതി." പ്രേം നസീറിന് കൗതുകം തോന്നി. 2 സീനിനുള്ളിൽ മാത്രമുള്ള നായകനാണ്. അങ്ങനെയാണ് ആ സിനിമയുടെ കഥ.
ആ സിനിമയിൽ താങ്കൾ ഒരു CID ആണ്. ജോൺ എബ്രഹാം വിശദീകരിച്ചു. താങ്കൾ പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ സീനിൽ താങ്കളൊരു മുഖംമൂടിയാണ്. പിന്നീട് താങ്കൾ ആ മുഖംമൂടി അഴിച്ചു വെക്കുന്നത് അവസാനത്തെ സീനിലാണ്. ഇതാണ് ആ 2 സീൻ. ഇതിനിടയിലുള്ള താങ്കളുടെ മുഖംമൂടി അണിയുന്നില്ല എല്ലാ രംഗങ്ങളും ഞാനൊരു ഡ്യൂപ്പിൽ വെച്ച് അഭിനയിപ്പിക്കും. പ്രേംനസീറിന്റെ ഒരുപാട് CID പടങ്ങളൊക്കെ അക്കാലത്ത് ധാരാളം ഇറങ്ങിക്കൊണ്ടിരുന്നു. അതിനെ കൂടി കളിയാക്കിക്കൊണ്ടായിരുന്നു ജോൺ എബ്രഹാം പറഞ്ഞത്. പ്രേംനസീർ ഭാവവ്യത്യാസമൊന്നും ഇല്ലാതെ ഓക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. കാരണം പറ്റില്ല എന്ന് പറഞ്ഞാൽ ജോൺ എബ്രഹാമിനെ അവിടെ നിന്ന് പറഞ്ഞയക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പ്രേംനസീറിന് അറിയാമായിരുന്നു. ഇതെല്ലാം സമ്മതിച്ചിട്ടും ജോൺ എബ്രഹാം പ്രേംനസീറിനെ വിടാനുള്ള ഭാവമില്ലായിരുന്നു. ജോൺ എബ്രഹാം പിന്നീട് പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒരു പൈസയില്ല, ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് ഈ സിനിമ നിർമ്മിക്കാനുള്ള പണം താങ്കൾ തരണം. ഏതായാലും അവസാനം ഒരുവിധം പറഞ്ഞ് സമ്മതിച്ച് നസീർ ജോൺ എബ്രഹാമിനെ അവിടെ നിന്ന് പറഞ്ഞയച്ചു. ജോൺ എബ്രഹാം പോയപ്പോൾ പ്രേംനസീർ ഒന്ന് ആശ്വസിച്ചിട്ടുണ്ടാവും. ഏതായാലും അതിനുശേഷം പ്രേംനസീറിനെ ശല്യപ്പെടുത്താൻ ജോൺ എബ്രഹാം അവിടെ വന്നിട്ടില്ല. ജോൺ എബ്രഹാം പ്രേംനസീറിനെ വെച്ച് ഒരു സിനിമ എടുത്തിരുന്നെങ്കിലെന്ന് നമ്മളിപ്പോൾ ആഗ്രഹിച്ചു പോകുന്നു. കാലത്തെ നായകന്മാരുടെ സൈഡ് കിക്കായ അടൂർ ബാസിയെ വെച്ച് ജോൺ എബ്രഹാം എടുത്ത ചെറിയാച്ചൻ്റെ ക്രൂരകൃത്യങ്ങൾ എന്ന സിനിമ അടൂർ ബാസിയുടെ സിനിമാ ചരിത്രത്തിലെ ഏറ്റവും മികച്ച സിനിമകളിലൊന്നായി ഇന്ന് കണക്കാക്കപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ അന്ന് പ്രേംനസീറും ജോൺ എബ്രഹാമും കൂടി യോജിച്ചിരുന്നെങ്കിൽ നമുക്ക് മലയാളികൾക്ക് എന്നും ഓർക്കാവുന്ന ഒരു പ്രേംനസീർ ചിത്രം കിട്ടുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെയൊന്നും സംഭവിക്കാതിരുന്നത് മലയാള സിനിമയുടെ ഒരു നിർഭാഗ്യമായി നമുക്ക് കരുതാം. ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ സിനിമാ കമ്പത്തിൻ്റെ നമസ്കാരം.